തമിഴ്നാട്ടിൽ കലാശക്കൊട്ട് ഇന്നാണ്. കേരളത്തിൻ്റെ അതിർത്തിയായ ഒരു മണ്ഡലമാണ് വിളവങ്കോട്. DMK മുന്നണിയിൽ കോൺഗ്രസിൻ്റെ സ്ഥിരം മണ്ഡലമാണ്. ഈ CSI സഭയൊക്കെയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് മലയാളികൾക്ക് കൂടി പരിചിതനായ TT പ്രവീണാണ് ഇവിടെ മത്സരിക്കുന്നത്. കഴിഞ്ഞോണെ 40,000 ആയിരുന്നു ഭൂരിപക്ഷം. ഇത്തവണ കൂട്ടാൻ പറ്റുമോ? കൂട്ടാനാണ് ശ്രമിക്കുന്നത്. കൂടും. 50,000 വോട്ടാണ് നമ്മുടെ ഭൂരിപക്ഷമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ TVK കൂടി മത്സരിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. പുതിയൊരു പാർട്ടിയാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഓളം ഉണ്ടാക്കുന്നുണ്ടോ? TVK ഇവിടെ വിളവങ്കോട് മണ്ഡലത്തിൽ ചിത്രത്തിലില്ല എന്നുള്ളതാണ് വസ്തുത. താങ്കളുടെ എതിർ സ്ഥാനാർത്ഥിയായി വരുന്ന ഏതാണ്ട് ഒരു 10-13 വർഷം കോൺഗ്രസിൻ്റെ ഇവിടുത്തെ MLA ആയിരുന്ന ആളാണ്. ഇത്തവണ അവർ മത്സരിക്കുമ്പം ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടാവും? പാർട്ടി വോട്ടിൽ വിള്ളൽ വരുത്താൻ വല്ലതും കഴിയുമോ? ഒരിക്കലും സാധിക്കത്തില്ല. പാർട്ടിക്കാരെല്ലാവരും നോക്കിയിരിക്കുക. കാരണം ഇവിടെ കോൺഗ്രസിൻ്റെ അടിയുറച്ച മണ്ഡലമാണ്. അപ്പോൾ അടിയുറച്ച മണ്ഡലമായതുകൊണ്ട് തന്നെ പാവപ്പെട്ടവർ എല്ലാവരും കൂടെ ചേർന്ന് അവരെ 2 പ്രാവശ്യം MLA ആക്കുകയും 3ാമത്തെ പ്രാവശ്യം MLA ആക്കുകയും ചെയ്തിട്ട് അവിടെ സ്വന്തം താല്പര്യത്തിനും വ്യക്തി താല്പര്യത്തിനും അവരുടെ വ്യക്തി നേട്ടത്തിനും വേണ്ടി അവർ ഈ പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിച്ച് വർഗീയ മുന്നണിയായ BJP ചേരുകയാണ് ഉണ്ടായത്. അപ്പോൾ അവരിപ്പോൾ BJP സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും മത്സരിക്കാൻ വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ തിരിച്ചടി കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. BJP ഇത്തവണ കുറച്ച് പ്രതീക്ഷ തമിഴ്നാട്ടിൽ കേരളത്തിലൊക്കെ വയ്ക്കുന്ന പോലെ വെക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? തമിഴ്നാട് മണ്ണ് സ്വീകരിക്കത്തില്ല BJP. കാരണം അത്രമാത്രം കുഴപ്പങ്ങൾ ജനങ്ങൾ വെറുക്കുന്ന ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തമിഴ്നാട് മക്കൾ BJPയെ സ്വീകരിക്കത്തില്ല. അങ്ങനെയുള്ള ഒരു തരംഗം ഇവിടെ ഉണ്ടാകാനും പോകുന്നില്ല. ഇതിൽ ഒരു എതിരാളികളുടെ ഒരു പ്രചരണമാണ് രാഹുൽ ഗാന്ധിയും സ്റ്റാലിനും തമ്മിൽ പ്രശ്നമുണ്ട്, ഒരേ വേദിയിൽ പ്രചരണത്തിന് വന്നില്ല എന്നൊക്കെ. ഈ ഇന്ത്യ ഭരണം പിടിച്ചത് തന്നെ നുണ പറഞ്ഞിട്ടല്ലേ. അതുകൊണ്ട് ഇവിടെ ശ്രമിക്കുകയാണ്. പക്ഷേ തമിഴ്നാട് മക്കൾ സാക്ഷരതയുള്ള മക്കളാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നും സംഭവിക്കത്തില്ല. അവർ തമ്മിൽ യാതൊരു പ്രശ്നമുള്ളതായിട്ട് നമുക്കറിയത്തില്ല. അവർ ഒരുമിച്ച് പ്രചരണത്തിന് വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് എതിരാളികൾ ക്യാമ്പയിൻ നടത്തുന്നത്. ഇത് വെറുതെ ചുമ്മാ പറയുന്നതല്ല. അതൊക്കെ വെറുതെ പറയുന്നതാണ്. അതിർത്തിക്കപ്പുറം നേർക്കുനേർ നിന്ന് പോരടിക്കുന്ന കോൺഗ്രസും CPIM-ഉം ഒക്കെ ഇവിടെ കൊടിത്തടലാണ്. ന്യൂനപക്ഷത്തിനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നത് കൊണ്ടും പീഡിപ്പിക്കുന്നത് എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുകയാണ് BJPക്കെതിരെ ആഞ്ഞടിക്കുവാൻ വേണ്ടിയിട്ട്. അതാണ് വലിയ പ്രതീക്ഷയിലാണ്. ഇത്തവണ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കും. കാരണം ഇത് ഉറച്ച സീറ്റാണ്. അവിടെ ഒന്നും സംഭവിക്കില്ല എന്ന ആത്മവിശ്വാസമാണ് TT പ്രവീൺ പങ്കുവയ്ക്കുന്നത്.